ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കക്കയിറച്ചി റോസ്റ്റാണ് കേട്ടോ. ചെറിയ പൊടി കക്കയിറച്ചികൾ ഞങ്ങൾക്കിന്ന് കിട്ടി. അപ്പോൾ നന്നാക്കണ്ടാലോ എന്ന് ഓർത്തിട്ട് നമ്മളത് കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ചേട്ടൻ കൊണ്ടുവന്നതാണ്. മീൻ കച്ചവടക്കാരനല്ല, അല്ലാതെ ആ ചേട്ടൻ്റെ വീട്ടിലും അയൽവക്കത്തൊക്കെ ആയിട്ട് അവരുടെ ഒരു പണിയാണ് അതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ നാൾ മുന്നേ, ഒരു 2-3 മാസം മുന്നേ ഇതേപോലെ ഈ സെയിം ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് വാങ്ങി വെച്ചതാണ്. അപ്പോൾ എനിക്ക് ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ജസ്റ്റ് ഇതിൽ പാസ് ചെയ്ത് പോയപ്പോൾ തന്നെ ഞാൻ കണ്ടുപിടിച്ചത് ആ ചേട്ടനാണല്ലോ എന്ന്. ഞാൻ ഉണ്ണിനെ വണ്ടിക്ക് തിരിച്ച് വിട്ട് പുള്ളിനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടൊക്കെയാണ് കക്കയിറച്ചി വാങ്ങിയത് കേട്ടോ. അപ്പോൾ നന്നാക്കണ്ട എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. എനിക്ക് ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും കക്കയിറച്ചി ചെമ്മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പണി കൂടുതലാണ് അതിനൊക്കെ. അത് കാരണം അത്ര വലിയ കാര്യമായിട്ട് വാങ്ങിക്കാറൊന്നുമില്ല, മടിയാണ് മെയിൻ. അപ്പോൾ ഞാൻ ഇന്നൊരു എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് അതിലും മടിയാണ്. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം കൂടി ഒരുമിച്ച് ആ ചോപ്പറിലിട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കേണ്ടായിട്ടോ. അപ്പോൾ അതിലെനിക്കൊരു പണി കിട്ടി. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ആയിട്ടില്ല. എന്നിട്ട് ഞാനത് രണ്ടാമത് അതിൽ നിന്ന് പെറുക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇടാണ്ടായേ. അപ്പോൾ എല്ലാം കൂടി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇത് അടിച്ചെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കക്കയിറച്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പൊടികളൊക്കെ ഇട്ടേക്കുന്നത് പച്ചമുളകുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മസാലപ്പൊടി ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർ തിന്നണോണ്ടാണ് വലിയ കാര്യമായിട്ട് എരിവൊന്നും ഇടാത്തത്. കാരണം അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അവരും കൂടി കഴിക്കട്ടെ എന്ന് ഓർത്തിട്ട്. എരിവായ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്യാവശ്യം ഒരു ഹാഫ് വേവായിട്ടുണ്ടായിരുന്ന കക്കയിറച്ചിയായിരുന്നു. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇതും കൂടിയാണ് നമ്മൾ ഈ മൂപ്പിച്ച സാധനത്തിലോട്ട് ഒഴിക്കുന്നത്. അത് പിന്നെ നല്ലതായിട്ട് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇട്ടാൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ തേങ്ങയാണ് ഇട്ടത്. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് അതിങ്ങനെ കറുത്ത കളറാവില്ലേ, അങ്ങനെ നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.